അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിദിന NSS മേഖലാതല പരിശീലനത്തിന് തുടക്കമായി. കേരള സാങ്കേതിക ശാസ്ത്ര സർവകലാശാല NSS സെല്ലിന്റെ NSS വോളണ്ടിയർ സെക്രട്ടറിമാർക്കുള്ള ദ്വിദിന മേഖലാതല പരിശീലനം ജൂലൈ 25-ന് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി. സാങ്കേതിക സർവകലാശാല NSS സെൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരുൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം MLA ആന്റണി ജോൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നല്ല എഞ്ചിനീയർമാരാകുക എന്നുള്ളതിനപ്പുറത്ത് നല്ല മനുഷ്യരാകുക എന്നുള്ള നിലയിലേക്ക് നിങ്ങൾക്ക് മാറിത്തീരാൻ തീർച്ചയായിട്ടും ഈ കുറേ നാളുകൾ ഉള്ള NSSന്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് സഹായകരമായി തീരും. അപ്പോൾ ആ നിലയിലാണ് നിങ്ങളിവിടെ ലീഡർഷിപ്പാണ്, വോളണ്ടിയർ സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 ദിവസക്കാലം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലനങ്ങളാണ് ഇവിടെ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെയൊരു ക്യാമ്പ് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഇങ്ങനെയൊരു ക്യാമ്പ് നിശ്ചയിക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അത് സ്പിരിറ്റോടുകൂടി ഏറ്റെടുത്തോളണമെന്നില്ല. പക്ഷെ എന്നാൽ ഇവിടെ കോളേജിനെ സംബന്ധിച്ചാണെങ്കിൽ ഏതാണ്ട് നീണ്ട 19 വർഷക്കാലത്തെ ഒരു മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. യുവതലമുറ ലഹരി വസ്തുക്കളുടെ പുറകെ പോകുമ്പോൾ NSS പോലുള്ള സന്നദ്ധ സംഘടനകൾ സമൂഹത്തിൽ വഹിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. അറിവിനോടൊപ്പം കരുണ ഉള്ളവരായി ഓരോ NSS വോളണ്ടിയർമാരും മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുമായി 100-ലധികം വോളണ്ടിയർ സെക്രട്ടറിമാർ ആണ് പങ്കെടുത്തത്. 2 ദിവസത്തെ ക്യാമ്പിൽ ബ്രഹ്മനായകം മഹാദേവൻ നയിക്കുന്ന വ്യക്തിത്വ വികസന ക്ലാസുകൾ, NSSന്റെ ചരിത്രവും ദർശനവും എന്ന വിഷയത്തിൽ പ്രൊഫസർ സിജോ ജോർജ്, NSS യൂണിറ്റ് ലെവൽ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ M, ഡോക്യുമെന്റേഷൻ മൈ ഭാരത് പോർട്ടൽ എന്ന വിഷയത്തിൽ പ്രൊഫസർ രജുമോൻ യൂണിവേഴ്സിറ്റി, NSS പോർട്ടൽ പ്രൊഫസർ റീന എബ്രഹാം, പോസിറ്റീവ് തിങ്കിങ് എന്ന വിഷയത്തിൽ അഞ്ജന G, സംസ്ഥാന എയ്ഡ് കൺട്രോൾ സൊസൈറ്റി, NSS ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ് പ്രൊഫസർ ഷിജു രാമചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ എടുക്കും. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ.